ഇന്ന് നമുക്ക് രണ്ട് തവളകളുടെ കഥ കേൾക്കാം. പണ്ട് പണ്ട് ഇനാച്ച് എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ വലിയൊരു കിണറുണ്ടായിരുന്നു. ആ വലിയ കിണറിലായിരുന്നു മാച്ചുത്തവള താമസിച്ചിരുന്നത്. ഇനാച്ച് എന്ന ഗ്രാമത്തിൻ്റെ തൊട്ടടുത്ത ഗ്രാമമായിരുന്നു സീബ്രൽ. അവിടുത്തെ തടാകത്തിലായിരുന്നു പിച്ചുത്തവള താമസിച്ചിരുന്നത്. ഇനാച്ച് എന്ന ഗ്രാമത്തിലെ ഗ്രാമവാസികൾ ആ വലിയ കിണറിൽ നിന്നായിരുന്നു കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വെള്ളമെടുത്തിരുന്നത്. ഒരു ദിവസം കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ വന്നപ്പോൾ കിണറ്റിൽ അവർ ഒരു തവളയെ കണ്ടു. അത് നമ്മുടെ മാച്ചുത്തവളയായിരുന്നു. മാച്ചുത്തവളയെ നോക്കി അവർ പറഞ്ഞു, "കിണറ്റിലെ തവളയുണ്ടോ കടൽ കാണുന്നു?" ഇത് മാച്ചുത്തവള കേട്ടു. തവളയ്ക്ക് ആകെ സങ്കടവും ദേഷ്യവും വന്നു. എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു, കടൽ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, ഒരു തടാകമെങ്കിലും കാണണം. പിറ്റേ ദിവസം തന്നെ മാച്ചുത്തവള തടാകം കാണാനായി കിണറിൽ നിന്നും യാത്ര തിരിച്ചു. അതേ സമയത്തു തന്നെയാണ് സീബ്രൽ തടാകത്തിൽ രണ്ടുപേർ വന്നത്. അവരെ കണ്ടപ്പോൾ പിച്ചു തവളയ്ക്കും ഒരാഗ്രഹം തോന്നി. മനുഷ്യരെ പോലെ കറങ്ങി നടക്കണം, നാടുകൾ കാണണം. അതും പറഞ്ഞ് പിച്ചു തവള നാടു കാണാൻ ഇറങ്ങി. എങ്ങോട്ടേക്കാണെന്നോ? നമ്മുടെ മാച്ചുത്തവളയുടെ ഗ്രാമത്തിലേക്കാണ് പിച്ചുത്തവള പോയത്. തടാകം തേടി ഇറങ്ങിയ മാച്ചുത്തവള ചാടിച്ചാടി പകുതി ദൂരം എത്തി. അപ്പോഴേക്കും അവൻ ആകെ തളർന്നുപോയി. തടാകത്തിലെ പിച്ചുത്തവളയാണെങ്കിലോ മനുഷ്യർ നടക്കുന്ന പോലെ രണ്ടു കാലിലാണ് ചാടിച്ചാടി പോയത്. പകുതി ദൂരം എത്തിയപ്പോഴേക്കും പിച്ചുത്തവളയും തളർന്നുപോയി. അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് പിച്ചുത്തവള നോക്കിയപ്പോൾ ദൂരെ വേറൊരു തവളയിരിക്കുന്നു. മാച്ചുത്തവളയും പിച്ചുത്തവളയെ കണ്ടു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. മാച്ചുത്തവള ചോദിച്ചു പിച്ചുത്തവളയോട്, "എങ്ങോട്ടാണ് നീ പോകുന്നത്?" പിച്ചുത്തവള മറുപടി പറഞ്ഞു, "ഞാൻ മനുഷ്യരെ പോലെ നടക്കാനും നാടു കാണാനും ഇറങ്ങിയതാണ്." പിച്ചുത്തവള മാച്ചുത്തവളയോട് ചോദിച്ചു, "നീ എങ്ങോട്ടാണ്?" "എനിക്ക് കിണറിൽ കിടന്നു മടുത്തു. കടൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു തടാകമെങ്കിലും കാണണം." അപ്പോൾ പിച്ചുത്തവള പറഞ്ഞു, "നീ എൻ്റെ പുറത്തു കയറിക്കോളൂ, ഒരു തടാകം കാണാം. അതു കഴിഞ്ഞ് ഞാൻ നിന്റെ പുറത്ത് കയറാം, അവിടെ മനുഷ്യരുണ്ടോ എന്നും കാണാം." അങ്ങനെ മാച്ചുത്തവള പിച്ചുത്തവളയുടെ പുറത്തു കയറി നോക്കിയപ്പോൾ പറഞ്ഞു, "ഇത് ഇനാച്ച് പോലെ തന്നെയുണ്ടല്ലോ." മാച്ചുത്തവളയുടെ പുറത്തു കയറിയ പിച്ചുത്തവളയും പറഞ്ഞു, "ഇത് സീബ്രൽ പോലെ തന്നെയാണല്ലോ. ഒരു തവള മനുഷ്യൻ പോലും ഇല്ല ഇവിടെ." മാച്ചുത്തവളയുടെ പുറത്തിരുന്നു കൊണ്ട് പിച്ചുത്തവള പറഞ്ഞു, "ലോകം മുഴുവനും ഇനാച്ച് പോലെയാണ് എന്ന് മാച്ചുത്തവള തീരുമാനിച്ചു. ലോകം മുഴുവൻ സീബ്രൽ പോലെയാണെന്ന് പിച്ചുത്തവളയും തീരുമാനിച്ചു. എന്നിട്ട് രണ്ടുപേരും അവരവരുടെ താമസ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. അപ്പോഴും അവർക്കൊരു കാര്യം മനസ്സിലായില്ല. നിവർന്നു നിന്ന് എത്തി നോക്കിയപ്പോൾ അവരുടെ കണ്ണ് പിന്നിലേക്കാണ് പോയത്. അതുകൊണ്ട് അവർ കണ്ടത് അവരുടെ സ്വന്തം നാടു തന്നെയായിരുന്നു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ. ആരുടെ കഥയാണ് അടുത്തത് പറയേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ കഥയും വൈകാതെ ഞാൻ പറയുന്നതായിരിക്കും.